ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കണ്ട. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിൽ ജ്യോതിയും സുഭാഷും സംസാരിക്കുന്ന രംഗമാണ് കേട്ടോ തലേ ദിവസം കാണിച്ചിട്ടുണ്ടായിരുന്നത്. അങ്ങനെ അവരിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പം കൂടുതലും വീട്ടുകാര്യങ്ങൾ മാത്രമാണ് സുഭാഷ് പറയുന്നത്. വീട്ടിലത്തെ കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് സുഭാഷ് കൂടുതൽ സംസാരിക്കാൻ തുടങ്ങുന്നതും. ഇതെല്ലാം കേട്ടിട്ട് ജ്യോതിക്ക് ഭയങ്കരമായിട്ട് മടുപ്പാവുന്നുണ്ട്. കാരണം അവൾക്കിഷ്ടം സുഭാഷിനെ കുറിച്ച് അറിയാനാണല്ലോ, പക്ഷെ സുഭാഷ് പറയുന്നതോ വീട്ടുകാരെ കുറിച്ചാണ്. അങ്ങനെ അവൾ ബോറടിച്ചിട്ടാണ് ആ സംസാരം കേട്ടോണ്ടിരിക്കുന്നത്. ഇതെല്ലാം കേട്ടിട്ട് നികേഷ് അകത്തേക്ക് വന്നിട്ട് അവരോട് പറയുന്നുണ്ട്, ഇതൊന്നും ശരിയാവില്ല കേട്ടോ, ഒരിക്കലും ഇത് ശരിയാവില്ല. ഏട്ടൻ എന്തൊക്കെയായി പറയുന്നത്? രാവിലെ നേരത്തെ എണീക്കും, ഭക്ഷണം ഉണ്ടാക്കും, മെഴുക്കുവരട്ടി ഉണ്ടാക്കും, എനിക്ക് ചോറും കറിയും വെക്കാൻ ഇഷ്ടമാണ്. ഇത് കേട്ടപ്പോൾ എല്ലാവരും ഷോക്കാവാണ്. എന്താ ഇപ്പോൾ ഈ സുഭാഷ് ഏട്ടൻ പറയുന്നത് എന്നാണ് അവർ ആലോചിക്കുന്നത്. അപ്പോൾ സുധീഷ് പറയുന്നുണ്ട്, അയ്യയ്യേ ഇതൊക്കെയാണോ ആ കുട്ടീനോട് പറയുന്നത്? അപ്പോൾ ഹരീഷ് പറയുന്നുണ്ട്, കുക്കിങ്ങിനെ പറ്റി ചോദിച്ചാൽ ബളബളാ പറയും, അല്ലെങ്കിൽ മിണ്ടാണ്ടിരിക്കും. എന്താണിത്? ഇതൊന്നും ശരിയാവില്ല. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അങ്ങനെയൊന്നുമല്ല, സുഭാഷ് ചേട്ടൻ എങ്ങനെയാണോ എന്താണോ എന്നത് ആ കുട്ടി അറിയട്ടെ, അല്ലാതെ എന്തിനാണ് നമ്മൾ അഭിനയിക്കുന്നത്? ഇനിയിപ്പോൾ അവർ കല്യാണം കഴിഞ്ഞ് വന്നാലും സുഭാഷ് ചേട്ടൻ്റെ ക്യാരക്ടർ ആ കുട്ടി മനസ്സിലാക്കുമല്ലോ. ഇതന്നെയല്ലേ സുഭാഷ് ചേട്ടൻ്റെ ക്യാരക്ടർ. അപ്പോൾ അത് ആദ്യം തന്നെ അറിയുന്നതല്ലേ നല്ലത്. അല്ലാതെ ആദ്യം കുറേ കള്ളം പറഞ്ഞിട്ട് പിന്നെ അതൊന്നും അല്ലാന്ന് വരുത്തുന്നതിനെക്കാട്ടി നല്ലതല്ലേ ആദ്യം സത്യം അറിയുന്നത്. അത് പറഞ്ഞത് അവൾ സുധീഷിനെ കുത്തിയിട്ടാണ് കേട്ടോ. അത് കേട്ട് പരീക്ഷ പറയുന്നുണ്ട്, ശരിയാ. സുധീഷാണെങ്കിൽ ഇത് കേട്ടിട്ട് ചമ്മലായിട്ട് വേഗം പ്ലേറ്റിക്ക് നോക്കിയിട്ട് ഫുഡ് വാരി കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ചിരിക്കുകയാണ്. പിന്നീട് കാണിക്കുന്നത് ഫോൺ ചെയ്യുന്ന ജ്യോതിനെയും സുഭാഷിനെയാണ് കേട്ടോ. അപ്പോൾ ജ്യോതി പറയുന്നുണ്ട്, ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് കുക്കിംഗ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്, അതല്ലേ? അവളൊരു മടുപ്പോട് കൂടിയാണ് പറയുന്നത്. എന്നിട്ട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ അനിയൻ്റെ ഭാര്യ ഫുഡൊന്നും ഉണ്ടാക്കില്ലേ? അപ്പോൾ സുഭാഷ് ചിരിച്ചുകൊണ്ട് പറയാണ്, അവൾക്ക് അങ്ങനെ ഫുഡ് ഉണ്ടാക്കാനൊന്നും അറിയില്ല, പക്ഷേ എനിക്ക് ഏറ്റവും ഇഷ്ടമാണത്. കല്യാണത്തിന് വേണമെങ്കിൽ ഒരു സദ്യ ഉണ്ടാക്കാൻ വരെ എനിക്കറിയാം. എന്നിട്ട് അവളോട് ചോദിക്കുകയാണ്, നിനക്ക് ഉണ്ടാക്കാൻ അറിയോ ഫുഡ്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, കാര്യമായിട്ടൊന്നും അറിയില്ലെങ്കിലും എനിക്കറിയാം. അതൊക്കെ ഒരു മടുപ്പോട് കൂടിയിട്ടാണ് അവൾ സംസാരിക്കുന്നത്. സുഭാഷിനാണെങ്കിൽ ഇതൊന്നും മനസ്സിലാവുന്നില്ല. എന്നിട്ട് വീണ്ടും സുഭാഷ് ഈ പാചകത്തിൻ്റെ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവൾക്കാണെങ്കിൽ മടുപ്പാവുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് രാവിലെ അമ്പലം ആണ് കേട്ടോ. അപ്പോൾ അമ്പലത്തിൽ സുധീഷ് പ്രാർത്ഥിക്കുകയാണ്. എന്നിട്ട് തിരിഞ്ഞ് നോക്കുന്നുണ്ട് നിധി വരുന്നുണ്ടോ എന്നുള്ളത്. ഞാൻ വരുമ്പോൾ അവൾ മാറ്റി ഇറങ്ങിയതാണല്ലോ, പിന്നെ എന്താ എത്ര ലേറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കുകയാണ്. നെറ്റിയിലാണെങ്കിൽ നിറച്ച് ഭസ്മൊക്കെ പൂശി ഭയങ്കര ഭക്തിയുള്ള ആളെ പോലെയാണ് നിൽക്കുന്നത് കേട്ടോ. അങ്ങനെ നിധിയും നികേഷും വരുന്നത് കണ്ടപ്പോൾ പെട്ടെന്ന് തന്നെ ശയനപ്രദക്ഷിണമൊക്കെ വെക്കുന്നുണ്ട് കേട്ടോ. പക്ഷെ അവർക്കത് കണ്ടപ്പോൾ ചിരി വന്നിട്ട് അവർ മൈൻഡ് ചെയ്യുന്നില്ല. അവർക്കറിയാലോ ഇത് നിധിനെ കാണിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുകയാണെന്നുള്ളത്. അങ്ങനെ സുധീഷ് ശയനപ്രദക്ഷിണം ചെയ്യാണ് കേട്ടോ. ഇവർ നോക്കുന്നുണ്ട് എന്നുള്ളൊരു ഇതിലാണ് ചെയ്യുന്നത്. പക്ഷേ നിധിയാണെങ്കിൽ നമുക്ക് വഴിപാടിനുള്ള ഷീറ്റ് ആക്കാമെന്ന് പറഞ്ഞിട്ട് അവർ കൗണ്ടറിലേക്ക് പോവാണ്. ഇവനാണെങ്കിൽ ശയനപ്രദക്ഷിണമൊക്കെ ചെയ്ത് അവരെ നോക്കുമ്പോൾ അവരവിടെ ഇല്ല. അതിലവന് ചടക്കുന്നുണ്ട്. എന്തൊരു കഷ്ടമാണ് ഇത് പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാട്ടോ. അപ്പോഴേക്കും ഇവർ വഴിപാടാക്കിയിട്ട് തിരിച്ചു വരികയാണ്. അവരെ കണ്ടേ പാടാ അവൻ വീണ്ടും ആ ചെയ്തോടത്ത് തന്നെ വീണ്ടും ശയനപ്രദക്ഷിണം ചെയ്യുകയാണ് കേട്ടോ. പക്ഷെ ഇവരാണെങ്കിൽ അവനെ കാണാത്ത രീതിക്ക് മുന്നിലേക്ക് പോവാണ്. അവരെ നോക്കുമ്പോൾ അവരവിടെ ഇല്ല. അപ്പോൾ അവൻ എണീറ്റിട്ട് എന്നെ കണ്ടില്ല, എന്താ എന്നെ കാണാത്തത്, കാണേണ്ടതാണല്ലോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിൽക്കുമ്പം അവർ പുറത്തേക്ക് വരുന്നുണ്ട്. അപ്പോൾ വീണ്ടും അമ്മയും മാമായും ഉറക്കനെ പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ തേങ്ങയിലൊക്കെ തട്ടി നിൽക്കുന്നുണ്ട്. അങ്ങനെ വീണ്ടും അവിടെ നിന്ന് എണീറ്റിട്ട് നോക്കുമ്പം അവർ പിന്നെ അവനെ കണ്ടില്ല. അപ്പോൾ അവനാകെ ഒരു വിഷമാവുന്നുണ്ട്. ഇവരെന്നെ കണ്ടില്ലേ, കാരണം നിധീനെ വളയ്ക്കാനാണല്ലോ ഈ തന്ത്രങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അവിടെ ഒരു വിളക്ക് വിൽക്കുന്ന ഒരു സ്ത്രീ നിധീനെ വിളിക്കുന്നുണ്ട് മോളേന്ന്. അപ്പോൾ നിധി അവരോട് സംസാരിക്കുകയാണ്. എന്നിട്ട് അപ്പോൾ വീണ്ടും കാണാൻ വേണ്ടിയിട്ട് പിന്നെ ശയനപ്രദക്ഷിണം വെക്കുകയാണ്. അങ്ങനെ അവരങ്ങോട്ട് നടന്നു വരികയാണ് കേട്ടോ. അപ്പോൾ നികേഷ് ഇങ്ങനെ നോക്കുന്നുണ്ട്, ഇത് ഏട്ടൻ തന്നെയാണോ? എന്നിട്ട് അങ്ങോട്ട് വന്നിട്ട് സുധീഷ് ഏട്ടാ എന്തായെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവൻ പറയുകയാണ്, ഞാൻ ശയനപ്രദക്ഷിണം ചെയ്യാനടാ, വഴിപാടാണെന്നൊക്കെ. അങ്ങനെ അപ്പോൾ അവനൊരു സന്തോഷം വന്നിട്ട് ഇവർ കണ്ടല്ലോ എന്നെയെന്ന്. അങ്ങനെ അവൻ എണീറ്റിട്ട് ഇങ്ങനെ അഭിനയിക്കട്ടോ വയ്യാത്ത മാതിരി. അപ്പോൾ നിധി പറയുന്നുണ്ട്, ഇത് കംപ്ലീറ്റ് ആക്കിയിട്ടില്ലല്ലോ, കഴിഞ്ഞോ? അപ്പോൾ അവൻ പറയുന്നുണ്ട്, കഴിഞ്ഞു ഇത്രയേ ഉള്ളൂ. അപ്പോൾ നിധി പറയുന്നുണ്ട്, ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയല്ലോ, അല്ല എൻ്റെ വഴിപാട് ഇത്രയേ ഉള്ളൂ. അതിൽ പെട്ടൊരവസ്ഥയായിട്ട് അവൻ. അപ്പോൾ നിധി പറയുന്നത്, അത് പറ്റില്ല, ശയനപ്രദക്ഷിണം എന്ന് പറഞ്ഞാൽ ഫുള്ള് കവർ ചെയ്യണം. അപ്പോൾ അവൻ പെട്ട അവസ്ഥയിൽ നിൽക്കുകയാണ് കേട്ടോ. നല്ല കോമഡി ആയിട്ടുണ്ട് കേട്ടോ സുധീഷിൻ്റെ ആ ഫേസ് കാണാൻ. അങ്ങനെ നിധി പറയുന്നുണ്ട് വീണ്ടും, ഫുള്ള് ചെയ്യണം, ഫുള്ള് കവർ ചെയ്യണം, അതാണ് ശയനപ്രദക്ഷിണം, അല്ലെങ്കിൽ ഒരു ഫലം ഉണ്ടാവില്ല. ശരിക്കും ഷർട്ട് അയച്ചിട്ടിട്ടാണ് ചെയ്യേണ്ടത്, പക്ഷേ പുറത്തായിട്ട് കുഴപ്പമില്ല, നികേഷ് ഉരുട്ടി തന്നോളും. സുധീഷാണെങ്കിൽ പെട്ട അവസ്ഥയിലാണ് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന അമ്മ പറയുന്നുണ്ട്, മോനെ അത് ഫുള്ളാക്ക്, ആരെ പറ്റിച്ചാലും ദേവിയെ പറ്റിക്കാൻ പറ്റില്ല കേട്ടോ എന്ന്. അങ്ങനെ സുധീഷ് കയ്യിൽ നിന്ന് പോയി എന്നുള്ള അവസ്ഥയിൽ ശയനപ്രദക്ഷിണം ചെയ്യുകയാണ്. അങ്ങനെ ശയനപ്രദക്ഷിണം ചെയ്യുമ്പോൾ ആദ്യം വിളിച്ച ആ ഭക്തിയിലുള്ള അമ്മയല്ല, അയ്യോ അമ്മയെ പെട്ട അവസ്ഥയിലുള്ള വിളിയാണ് കേട്ടോ, അമ്മയെ ശരണം എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ പിന്നെ ശയനപ്രദക്ഷിണം കഴിഞ്ഞപ്പം അവൻ പറയാണ്, ഞാൻ ശരിക്കും നിൻ്റെ ഏടത്തേക്ക് വേണ്ടിയിട്ടാണ് ഈ വഴിപാടൊക്കെ ചെയ്തത്. അപ്പോൾ നിധി പറയുന്നുണ്ട്, എന്തിനാ വെറുതെ കള്ളം പറയുന്നത്, നടയിൽ വെച്ച് കള്ളം പറയാൻ പാടില്ല കേട്ടോ, എനിക്ക് വേണ്ടി എന്തിനാണ് നിങ്ങൾ ചെയ്യുന്നത്? അല്ല, നിൻ്റെ സർട്ടിഫിക്കറ്റും നിനക്ക് ജോലിയൊക്കെ റെഡി ആയിട്ടില്ലല്ലോ, അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ശയനപ്രദക്ഷിണം ചെയ്തത്. നമ്മുടെ നിധി ഉണ്ടോ അത് വിശ്വസിക്കുന്നത്? അവൾക്ക് തീരെ വിശ്വാസമാവുന്നില്ല. എന്നിട്ട് സുധീഷ് വീണ്ടും പറയുന്നുണ്ട്, ഒന്ന് വിശ്വസിക്കുക നിധി, സത്യമായിട്ടും അതാണ്. അപ്പോൾ നികേഷ് പറയാൻ കേട്ടോ, സത്യം എന്താണെന്ന് വെച്ചാൽ ശയനപ്രദക്ഷിണം ചെയ്യുന്നു എന്ന് നമ്മളെ വിശ്വസിപ്പിക്കാനായിട്ടാണ് സുധീഷ് ഏട്ടൻ ഈ പ്ലാൻ ചെയ്തത്, പക്ഷെ പെട്ടുപോയി, അതല്ലേ സത്യം. അപ്പോൾ അവൻ പറയുന്നുണ്ടോ, മനുഷ്യന് നടുവൊടിഞ്ഞ്, അപ്പോഴാണ് അവൻ്റെ പരിഹാസം. അങ്ങനെ കാലം നോക്കുമ്പോൾ കാലിൽ മുറിവൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവൻ പറയുന്നുണ്ട്, മേല് മൊത്തം മുറിവാണ്.
അപ്പോൾ നിധി പറയുന്നുണ്ട് ഇതിൻ്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ സുധീഷേ? അതിലവൻ പറയുന്നുണ്ട് ഓ അതൊന്നും പറയില്ല, ഞാൻ എന്തായാലും ചെയ്തു പോയില്ല എന്നൊക്കെ പറയാണ് കേട്ടോ. അങ്ങനെ നിധി പറയുന്നുണ്ട് പോകുന്ന വഴിക്ക് വല്ല മരുന്നും മേടിച്ച് പുരട്ടാൻ നോക്കുക, അപ്പോൾ മാറിക്കോളും, വാ നികേഷ് നമുക്ക് തൊഴുതിട്ട് വരാം. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ എന്തായാലും ഇവിടെ ഇരിക്കാൻ നിങ്ങളെ വെയിറ്റ് ചെയ്ത്, എനിക്ക് എന്തായാലും ഒറ്റയ്ക്ക് നടക്കാൻ പറ്റില്ല എന്ന്. അങ്ങനെ അവർ തൊഴുമ്പം നികേഷ് നിധിയോട് പറയുന്നുണ്ട് ഏടത്തി ഇനിയിപ്പോൾ ഏട്ട ശരിക്കും ഏടത്തിക്ക് വേണ്ടി വഴിപാട് ചെയ്തതാണോ? ആർക്കറിയാലോ. അത് കേട്ടപ്പോൾ നിധി സുധീഷിനൊന്ന് നോക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ നടക്കയിലേക്ക് നോക്കിയിട്ടൊന്ന് പുഞ്ചിരിച്ചിട്ട് തൊഴുകയാണേ. പിന്നീട് കാണിക്കുന്നത് സുഭാഷ് ഏട്ടൻ വർക്ക് ചെയ്യാണ് കേട്ടോ. അങ്ങനെ സിമൻറ്റ് തേച്ചുകൊണ്ടിരിക്കുമ്പോൾ ഫോണിലേക്ക് കോൾ വരികയാണ്. അപ്പോൾ അത് ജ്യോതിയായിരുന്നു. അങ്ങനെ ജ്യോതി ചോദിക്കുന്നുണ്ട് തിരക്കായിരുന്നു. അപ്പോൾ അവൻ പറയുന്നുണ്ട് ഞാൻ വർക്കിലായിരുന്നു. അങ്ങനെ അവർ വർക്കിൻ്റെ കാര്യമൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പോൾ അവൾ പറയുന്നുണ്ട് സുഖമാണോ, ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിക്കുകയാണ്. എന്നിട്ട് പറയുന്നുണ്ട് എനിക്കിന്ന് ഓഫാണ്. അതൊക്കെ പറഞ്ഞപ്പോഴേക്കും സുഭാഷ് പറയുന്നത് അവൻ്റെ വർക്കിനെ പറ്റിയാണ് കേട്ടോ. അപ്പോൾ തലേ ദിവസം വിളിച്ചപ്പോൾ കേട്ടിരുന്ന മാതിരി തന്നെ ഇതും ജ്യോതിക്ക് മടുപ്പുളവാക്കുന്നുണ്ട്. സുഭാഷിനെ വഴി തിരിക്കാൻ വേണ്ടിയിട്ട് അവൾ വീണ്ടും വീണ്ടും വേറെ എന്തൊക്കെയാണ് പിന്നെന്തൊക്കെയാണെന്ന് ചോദിക്കുമ്പോഴൊക്കെ സുഭാഷ് അതിൽ നിന്ന് വിട്ടുമാറുന്നില്ല. വീടിനെ പറ്റിയും വർക്കിനെ കുറിച്ചും മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ സുഭാഷ് ബളബളാന്നും പറഞ്ഞിട്ട് ഈ കാര്യം തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ജ്യോതിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മടുപ്പായിട്ട് അവൾ പറയുന്നുണ്ട് എന്നാൽ ശരി കേട്ടോ അമ്മ വിളിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ട് അവൾ കോൾ കട്ട് ചെയ്തിട്ടൊരു മടുപ്പോട് കൂടി അകത്തേക്ക് കയറി പോവാണ്. അപ്പോൾ കാറ്റത്തെ കിളിക്കൂടിൻ്റെ അടുത്ത വിശേഷം അറിയാനായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഓക്കെ ബൈ, താങ്ക് യു.